ഞാൻ മിണ്ടായിരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കിടന്ന് അലച്ചലച്ച് എൻ്റെ ഒച്ച മൊത്തം പോയി. ഇപ്പം ഇങ്ങനെ ഒരു ഒച്ചയെ പുറത്തേക്ക് വരുന്നത്. ഇനി നാളെ ആകുമ്പോൾ ഇത് കാറ്റാവും. ഒരു ഇങ്ങനെ മാത്രമേ പേടിപ്പിക്കാൻ വന്നായിരുന്നു. ചമ്മിപ്പോയി മണ്ട. നമുക്ക് ഗുഹ കാണാൻ പോവേ. ഗുഹ. ഞാൻ കുഞ്ഞിലെ അങ്ങനെ പറഞ്ഞില്ല. ഗുഹ ഗുഹ. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഈ ഗുഹയിലാണത്. എൻ്റെ പുറകിൽ 2 ആൾക്കാരുണ്ട്. കൊട്ടുപടിക്കാം, ഇത് ചെയ്താൽ കൊട്ടുപടിക്കാം. അങ്ങനെ കൊട്ടുപടിക്കാന്ന് പറഞ്ഞാണ് ഈ കൊട്ടുപടിക്കാന്നായത്. ഇതാണ് കൊട്ടുപടിക്ക. ഇത് 90 ഇത് എത്രയാ, ഈ 1990 എത്രയോ കാലഘട്ടങ്ങളിൽ പണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കാലത്ത് ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അങ്ങനെയാണിത് കണ്ടെത്തിയത്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അരുവിപ്പുറത്താണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരിക കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ വരെ വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര രസം. അങ്ങനെ ഒരു ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് ഞാൻ ഇവിടുത്തെ സ്ഥലം. ഇവിടെയാണ് ശ്രീനാരായണ ഗുരു ആദ്യം തപസ്സിരുന്ന ഗുഹയൊക്കെ ഇവിടെ ഉണ്ട്. അത് കണ്ടിട്ട് വേറൊരു ഗുരു തപസ്സിരിക്കുന്ന ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ടൊന്ന് ക്യാമറ സെറ്റ്. ഇങ്ങോട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴേ റൂമിൽ ഞങ്ങളെടുത്ത് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ തോന്നുന്നില്ല, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാനാ തോന്നുന്നതെന്നൊക്കെ. എനിക്ക് ആദ്യം ഇറങ്ങിപ്പോയത് അച്ഛനാ വണ്ടിയിൽ. ഹിസ്റ്റോറിക്കൽ സംഭവമാണല്ലോ, അപ്പോൾ ഒരു ഭയങ്കര രസം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തെ ഇങ്ങനെ. ഇതാണ് ആദ്യം തപസ്സിരുന്ന ഗുഹ. ഇങ്ങനെ ആ പോസ്റ്റിലൊന്ന് കാണിച്ചു നോക്കി. 200 രൂപ തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് പൈസക്ക് കുറച്ച് ആവശ്യമുള്ള സമയമാണ്. നമ്മളെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്തും ചെയ്യാം, കുഴപ്പമില്ല. 200 രൂപ കിട്ടിയില്ലെങ്കിൽ സ്പോട്ടിൽ തരണം എന്ന് പറയാം. അമ്മേ സ്പോട്ടിൽ തരും. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അഞ്ചാൻ ഇവിടെ അടുത്തായത് വീടായതുകൊണ്ട് ഇതിനോടൊന്നും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒച്ച പോയിരിക്കും, അത് കാര്യമാക്കണ്ടാരും. ഞാൻ കുറേ ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു, അടുപ്പിച്ച് ഷൂട്ടായിരുന്നു. ഞാൻ എന്നിട്ട് കിടന്ന് ഞാൻ മിണ്ടായിരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കിടന്ന് അലച്ചലച്ച് എൻ്റെ ഒച്ച മൊത്തം പോയി. ഇപ്പം ഇങ്ങനെ ഒരു ഒച്ചയെ പുറത്തേക്ക് വരുന്നത്. ഇനി നാളെ ആകുമ്പോൾ ഇത് കാറ്റാവും. ഒരു ഇങ്ങനെ മാത്രമേ. ഞങ്ങളിവിടെ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ചെടി കണ്ടോ, ഇതിനെന്റെ മുള്ളാന്നറിയോ, തുണി മൊത്തം കീറി. പക്ഷെ മുള്ളു പോലെ തന്നെ അതിന്റെ മണം, അയ്യോ കിഡിലെ മണമുള്ളൊരു ചെടി. ഞങ്ങളുടെ അവിടെ ഇല്ല ഈ ചെടി അല്ലേ? ഇത് ഇഞ്ചെന്നാന്ന് തോന്നുന്നു. ഇഞ്ചയാ എന്നാ എനിക്ക് തോന്നുന്നു. ഇഞ്ചയോ? ഇഞ്ച ഇങ്ങനെ ഇഞ്ച തേച്ച് കുളിക്കുന്ന ഇഞ്ചയില്ലേ, ഇത് തേച്ച് കുളിച്ചാ സൂപ്പറായി. നമ്മൾ വെളുത്തങ്ങ് ചുമക്കും, കാരണം മൊത്തം മുള്ള. ചെളി പോകാനാ. അതേപോലെ ചെളി നന്നായിട്ട് പോകും, കാരണം ഇങ്ങനെ തൊലിയേ പോകും, പിന്നെ ചെളി എവിടെ ഇരിക്കാനാ. അതുകൊണ്ട് നമ്മളവിടെ എത്തിയിരിക്കാണ്. ഇവിടെ എന്നാ അമ്മ ഇത് അല്ല, ഇത് മല കയറുന്ന എന്താ സ്ഥലം? മല വീട്ടാറിട്ട് റോഡിൽ കൂടി എടി അമ്മയ്ക്ക് അറിയത്തില്ലല്ലേ? ഓക്കെ, പേടിപ്പിക്കാൻ വന്നേ. ഇവിടെ ഒരു ഗുഹയുണ്ട്. ഗുഹ കാണാൻ പോവാ. ഗുഹ അമ്മ പറഞ്ഞ കേട്ടല്ലോ. പേടിപ്പിക്കാൻ വന്നായിരുന്നു. ചമ്മിപ്പോയി മണ്ട. നമുക്ക് ഗുഹ കാണാൻ പോവേ. ഗുഹ. ഞാൻ കുഞ്ഞിലെ അങ്ങനെ പറഞ്ഞില്ല. ഗുഹ ഗുഹ.
ഇതാണ് നമ്മുടെ ഏതാ കൊടിതൂക്കി മല അല്ലേ? ഇവിടെയാണ് ഗുരു തപസ്സിരുന്ന വേറൊരു ഗുഹ. ഇത് കാണാനാണ് നമ്മളിവിടെ വന്നത്. ബുദ്ധിമുട്ടാണോ? നോക്കിയാ മതി. അതിന് മുകളിൽ കുളവിക്കൂടെ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? അതൊക്കെ കണ്ടായിരുന്നു. അല്ല, തോർത്ത് വീശിയപ്പോ ഇച്ചിരി ജസ്റ്റ് മിസ്സാ. ഞങ്ങൾക്കൊരു വിഷയമല്ല. അല്ല, അറിയാണ്ട് അച്ഛൻ കുളവി ഇടിച്ച് അതിൻ്റെ മൊത്തം കുളവിയാ. അപ്പൊ കുനിഞ്ഞു പോണെന്നു അച്ഛനങ്ങോട്ട് ഇറങ്ങിപ്പോയല്ലേ? അച്ഛൻ അതിനകത്ത് കുനിഞ്ഞിരുന്ന് കുളവി ടോർച്ചിരുന്നു. എടി കുഞ്ഞ്, നീ ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ടോർച്ചിട്ട് ഇളക്കുന്നത്. കുളവ് കുത്തിയെന്നും പറഞ്ഞ് തിരുമിക്കാനാണ്. എന്നാ അച്ഛൻ ഞാനും കൂടെ വരാം. അച്ഛൻ ഇറങ്ങരുത്. മൊബൈൽ കുട്ടാപ്പി പിടിച്ചിട്ടുണ്ട്. ആ, അച്ഛൻ ഇറങ്ങരുത്. ഇത് മറ്റേ മുപ്പിളി വേണ്ടല്ലേ? മുപ്പിളിയോ? നിങ്ങളും തോണ്ടി നോക്കണോ? പറയാം. വേണ്ട വേണ്ട, ഇനി നിങ്ങള് അച്ഛ മതി. അച്ഛ ഇനി പേടിയാന്ന്. അമ്മ അളിയാ തല നിങ്ങളെ ഭൂതം പോലെ. പേടിച്ചൊരെണ്ണം കേറി പോകുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോ ഈ ഗുഹയിലാണത്. എന്റെ പുറകെ 2 ആൾക്കാരുണ്ട്. എന്താ എന്റെ പുറകെ 2 ആൾക്കാരുണ്ട്. ഞാനും കേറാനില്ല. ഇതാണ് ബർഗണ്ടി തലയിൽ വെച്ച് കുട്ടാപ്പി. അയ്യോ വേണ്ട. നിങ്ങൾ കൊട്ടുപടി കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കുട്ടിക്കാലത്തെ കളിക്കുന്ന സാധനമായിരുന്നു. ഇതിൽ മഞ്ഞ പോകേണ്ട ആ സാധനം ഇതുണ്ടോ? അല്ല, ഇതിൽ ഇതിന്റെ അറ്റത്ത് ഒരു ഈർക്കിൽ കുത്തി വെക്കാം. ചെണ്ട വയ്ക്കും. ടുക്കുട്ടുക്കുട്ടുന്ന് കാണിച്ചാ കൊട്ടുപടിക്കാം. ഇത് ചെയ്താൽ കൊട്ടുപടിക്കാം. അങ്ങനെ കൊട്ടുപടിക്കാന്ന് പറഞ്ഞാണ് കൊട്ടുപടിക്കാന്നായത്. കൊട്ടുപടിക്കാന്ന് ഞങ്ങൾ പറയും. ഓ, ഇതാണ് കൊട്ടുപടിക്ക. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൊട്ടുപടിക്ക. ഇത് 90 ഇത് എത്രയാ? ഈ 1990 എത്രയോ കാലഘട്ടങ്ങളിൽ പണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കാലത്ത് ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ അങ്ങനെയാണിത് കണ്ടെത്തിയത്. അന്നത്തെ പിള്ളേർക്ക് പ്രത്യേകിച്ച് കളിക്കാനൊന്നും അവർ കൊട്ടുന്ന തലകിട്ടായിരുന്നു. എനിക്കിട്ട് കുറച്ച് കൂടുതൽ കുട്ടികൾ അങ്ങോട്ട് പോവാം. ബാ. നമ്മളിവിടുത്തെ അമ്പലമാണ് കേട്ടോ. അവിടുന്ന് കറങ്ങി ഇവിടെ
പണ്ടത്തെ പാസലൊക്കെ ഇവിടെ പണ്ട് കുഞ്ഞാവുമ്പോ ഉണ്ടായിരിക്കുന്ന ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ഐസ്ക്രീം ഒക്കെ കിട്ടി. ഇനി നമ്മൾ 5-5 ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചേട്ടന്റെ വീട്ടിൽ പോകാൻ പോകുന്നത്. പോവാ അല്ലേ? ഇവിടെ നടത്തല്ലേ?